ഹായ് ഗായ്സ്, നമസ്കാരം. കാലങ്ങൾക്ക് ശേഷം വി ആർ ബാക്ക്. മെയ് ദിനം, മെയ് 1-ാം തീയതി എല്ലാ തൊഴിലാളികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്, CPM സിന്ദാബാദ്, ആനി രാജ സിന്ദാബാദ്. രാഹുൽ ഗാന്ധി ഇതിങ്ങനെ പൊതുവായിട്ട് പറയില്ലേ, നിങ്ങൾ ഇതിനെ വോട്ട് ചെയ്തത്? തുറന്നു പറയണേ. തുറന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹേ. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഒന്ന് മെയ് ദിനം. ഒന്ന് വരുമോ? ക്യൂട്ട് കപ്പിൾസ് ഒന്ന് വരുമോ? ക്യൂട്ട് കപ്പിൾസ് കമോ. കപ്പിൾ കൊണ്ടുപോകണം. ഒരു മിനിറ്റ് കപ്പിൾ കാരണോടൊക്കെ മാനേജറെ ഇവിടെ വേറെ കപ്പിൾ പണിയെടുക്കണം. ഒന്ന് ഇവിടെ വരൂ, നടുവിൽ വരൂ. ആ പിന്നെ കപ്പിൾസ് ആരാ? ഞാനാണോ? കത്തി വെക്കണമെന്നില്ല, കത്തി നല്ലതായി അല്ലേ, വെട്ടാനുള്ളതാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 30 വർഷം. നിന്റെ വയസ്സ് നോക്കിയാൽ മതി. 30 വർഷമായി ഗൈസ്. ആയോ? 29 വയസ്സായി. 30 വർഷമായി. 1994 മെയ് 1-ാം തീയതിയാണ് അവരെ കല്യാണം. അന്ന് വെഡിങ് ആനിവേഴ്സറിയാ. ഞങ്ങക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കുഞ്ഞാവന്റെ എന്തെങ്കിലും ടൂർ പാക്കേജ് വേണം. ഇത് ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൽപ്പറ്റയിൽ പോയി ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കും. കൽപ്പറ്റയിൽ പോയപ്പോ ഞാൻ കുഞ്ഞാപ്പൻ ജേഷന്റെ കടയിൽ പോയി. ജേഷന്റെ കടയിൽ വെളിച്ചക്കുറവുണ്ടോ? ചെറുതായിട്ട് അത് നല്ല വെളിച്ചക്കുറവുണ്ട്. ഇങ്ങോട്ട് വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. ഇപ്പോഴോ இந்த பக்கம் கம்மிதா. ആ കമ്മിയോ? എടാ ക്യാമറമാൻ, ഈ അതിനനുസരിച്ച് ഇങ്ങനെ പോ. ആ ഇപ്പൊ വലിച്ചു വന്നില്ലേ? ആ പറയൂ. ഓനെ കൊത്തി അറിയണം. അതായത് ഇപ്പൊ കൽപ്പറ്റയിൽ പോയി ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയത്. ഡോക്ടർ ഇന്ന് ലീവാണ്. അപ്പൊ ജ്യേഷ്ഠന്റെ കടയിൽ കയറി മൂപ്പർക്ക് പാലേക്ക് പോകണം. അപ്പൊ നമ്മള് അടുത്ത 5-ാം തീയതി പാലയിൽ പോകും. അപ്പൊ അതിന് അപ്പൊ ഒരു ടൂർ ബുക്ക് ചെയ്തിരുന്നു. അത് ഇവിടുന്ന് KSRTC, അവിടുന്ന് ഒരു ആഡംബര കപ്പല് ഒരു 6-7 മണിക്കൂർ അയൽക്കാട്ടിൽ കറങ്ങും. അപ്പൊ അതിനൊരു പാക്കേജ് ഉണ്ട് പറഞ്ഞ്. അപ്പൊ അവര് പോകുന്നു, ബുക്ക് ചെയ്തിന്. അടുത്ത 10-ാം തീയതി ടിക്കറ്റ്. രാവിലെ ഇവിടുന്ന് KSRTC വന്ന് കൊണ്ടുപോകും. തിരിച്ച് അതേമാതിരി ഇവിടെ കൊണ്ട് ഇറക്കി തരും. അതിന് പാക്കേജിൻ്റെ പൈസ ഉണ്ട്. പൈസ എത്രയും ചോദിക്കണം. അത് ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് ആ പാക്കേജ് തന്നാൽ മതി. അതൊന്നും നടക്കുന്ന കേസല്ല. ഓ ഫാമിലിനെ ഒത്തു വരണമെങ്കിൽ ലോകാവസരം വരണ്ടിരും. ആ ഫാമിലി അല്ല, നമ്മള് ഫാമിലി. അത് വേറെ, അത് നമുക്ക് എപ്പോഴെങ്കിലും പോകാലോ. എനിക്ക് ഫാമിലിയിൽ പോകുന്ന ഇഷ്ടം. അത് ഫാമിലി അത് എപ്പോ പോകും. നേരം വിളിച്ചിട്ട് കുഞ്ഞാൻ പറയാന് മാറ്റിക്കോ പോയി ഇല്ലേ. അതിന് താമസമൊന്നും ഇല്ല. ഈ ഫോൺ എടുത്തോ, കണ്ണാപ്പിക്ക് എന്തോ ഫോൺ വരുന്നത്. കിട്ടിയോ? ഒന്നും ഇല്ല. ടൂർ പോകാൻ കിട്ടിയോ? നോക്കട്ടെ, നമ്മള് ആവശ്യപ്പെടുക. ഓൻ തരേണ്ടത് പറഞ്ഞല്ലേ. ചക്ക മുറിക്കൂ. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്കൊരു വിശ്വാസം ഉണ്ട് ഓന് അത് ആ പാക്കേജ് ശരിയാക്കി തരും. സൈക്കോളജിക്കൽ മൂവ്. സൈക്കോളജി ഒന്നല്ല. പണം വെച്ച് കൊടുത്തോളിഞ്ഞാലും ഇതാണ് ചക്ക. നല്ല സുന്ദരി ചക്ക അല്ലേ? സുന്ദരി ചക്ക. ചക്കന്റെ പേരെന്താ? ഒരു മിനിറ്റ്. ഗൈസ് പെട്ടത് ബാങ്ക് കൊടുത്തോണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കമോൺ. ഓ ബാങ്ക് കഴിഞ്ഞു. അതങ്ങനല്ല, ഇത് ഔട്ടാൻ പറ്റൂല. അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അടിപൊളി വെട്ട്. ഒന്നപ്പുറത്ത് ഒന്നിപ്പുറത്ത്. പച്ചയാ? പച്ച തന്നെയാണ്. പിന്നെ എന്താ? അയ്യേ, ഞാൻ പഴുത്താണ് ഇപ്പൊ. ഇതിപ്പോ എവിടുന്നാ കൊണ്ടുവന്നേ? നമ്മളെ സുഹൃത്തുണ്ട്, കൂട്ടുകാരൻ സുലൈമാൻകാരി കൊടുത്തയച്ചതാ. കൊടുത്ത് അയച്ചോ? ഒരു ചക്ക മുറിക്കാനാണ് ഇത്ര പാട്. ആ വെട്ട് 3 വേദോ എവിടേക്കോ വെട്ടിയിരിക്കണ്. ആ കണ്ണാപ്പിനെ കൊണ്ട് മുറിപ്പിച്ചാ പോരാ? ഇല്ല, മാറുമ്പോ അമ്മന്റെ കാലടക്കം വെച്ച് വിട്ടു. വെച്ചിന്റെ ഉന്നം ഭയങ്കര ഉന്നപ്പം. ആ അത് കുറച്ച് പഴുത്തക്കണ്. മുറിയുള്ളൂ. ഇനി ഇത് അരിയാനില്ല. ഞാൻ അരിയണോ? ഞാൻ വെട്ടണോ? എണ്ണ ഉണ്ടോ കയ്യില്? ഇതാ വെട്ടുന്ന രീതി കണ്ടോ? വെട്ടുന്ന തുണ്ടനുണ്ട്. അത് കണ്ടപ്പോ
നമ്മൾ പവർ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അവിടെ തന്നെ നോക്കിയിട്ട് അടുത്ത വട്ട്. ഞാൻ മുറിച്ച് പകുതി മുക്കാൽ മുറിച്ച് വെച്ചാണ്, അതുകൊണ്ട് ബാക്കി ചക്ക എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് പൊരിക്കാൻ പറ്റും, ഒട്ടും മധുരമില്ല, അതിനെ പറ്റും. ഡാഡി ഇവിടെ ചക്ക പൊളിക്കട്ടെ. ഇവിടെ നമ്മളിന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് മത്തി പൊരിച്ചതോ, പിന്നെന്താ സാമ്പാറോ, ഒന്നുമില്ല, മത്തി പൊരിച്ചതല്ലേ. എന്തെങ്കിലും ആരും വിചാരിക്കണ്ട. അങ്ങനെ ബിരിയാണി ഉണ്ട് അല്ലേ? ബിരിയാണി ഇവിടെ കുത്തി എൻ്റെ പുറം. മോനെ വെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പച്ചാണ്, ഒറ്റ ഒന്നും പോലും ഉന്നത്തിലില്ല. 200 വെട്ട് കിട്ടി. അത് വെഡിങ് ആനിവേഴ്സറി അല്ലേ, 200 ദേഷ്യം തീർത്താ 200 30 വെട്ട് കിട്ടി. അപ്പം കുറേ കാലമായി ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ. അപ്പം മകനായ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളത് സാധിച്ചു കൊടുക്കണം. നമ്മളെ ആഗ്രഹങ്ങൾ അവർ ചെറുപ്പത്തിൽ കുറേ നിറവേറ്റി തന്നല്ലേ. അപ്പോൾ അറിയില്ല, ഞാൻ വീട് അവിടെയാണ്, കുറച്ച് മാറി നിന്നിട്ട് ഇവരൊന്ന് വിളിച്ചു നോക്കട്ടെ ഈ ടീമിന്. എത്ര രൂപയാകും, എന്താണ് പരിപാടി, വിളിച്ചു നോക്കാം. നിങ്ങൾക്കും കേൾക്കാലോ. കോള് പോയാൽ മതിയായിരുന്നു. ഇനിയും പോകണ്ട. കോള് തലത്തിരിക്കാൻ വെച്ചിട്ടാ, കോള് കോളില്ല. റേഞ്ച് ഉണ്ട് ഫുൾ. ഹലോ ഹലോ, ഒന്നര വിളിച്ചത് റേഞ്ചിൻ്റെ സീന. 2 നമ്പർ കൊടുത്തേക്കണേ, മറ്റേ വിളിച്ചോക്കണോ? അയാൾ പറഞ്ഞ 49 അങ്ങനെ എന്തോ ലാസ്റ്റ് ലൈവ് വിളിക്കാനാണ്. പഠിച്ചോനെ കരി മാടിതാനു തെലുങ്ക് തെലുങ്ക് കന്നഡ ഏത് കൊത്തിൽ വെക്കാൻ ഞാൻ വിളിച്ചാവോ? എന്നാത്ത നീನು ಬೇಕಾ? വേറൊരു നമ്പർ ഉണ്ട്, ആദ്യമേ വിളിച്ചാൽ മതി. ഹലോ, പിന്നെ ഇതൊരു ആഡംബര ക്രൂസിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. അതന്നെ, അതിന്റെ എങ്ങനെ എമൗണ്ട് കാര്യങ്ങൾ? അത് കൽപ്പറ്റയിൽ പോയിട്ട് രാവിലെ 5 മണിക്ക് പോകും, ഉച്ചയ്ക്ക് 3 മണിക്ക് ഷിപ്പ് കയറും, 5 മണിക്കൂർ ഷിപ്പിലുണ്ടാവും. അതിന് 4540 വരും ഒരാൾക്ക്. 4000. പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നിങ്ങൾ കൊണ്ടുവരുമോ ബസ്സിൽ? അപ്പോൾ തിരിച്ച് എത്ര മണിക്ക് ഇവിടെ എത്തും? തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പോഴെത്തും. ഓക്കെ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ? അങ്ങോട്ട് പോകുമ്പോഴുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനുള്ള പൈസ കാണണം. ടിക്കറ്റൊക്കെ ഇതിൽ ഇൻക്ലൂഡിങ് ബസ് ടിക്കറ്റും എല്ലാം ഉണ്ടോ? ബസ് ടിക്കറ്റ് 3200 രൂപ, 1160 രൂപ ഷിപ്പിൽ കൊടുക്കേണ്ട പൈസ, എല്ലാം ഉൾപ്പെടെയാണ്. എല്ലാം ഉൾപ്പെടെ ഫുഡൊക്കെ ഉൾപ്പെടെയാണ്. ഓക്കെ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ എവിടെയുള്ളത്? നിങ്ങൾ കൽപ്പറ്റയാണോ? കൽപ്പറ്റയാണെങ്കിൽ കൽപ്പറ്റ ഗാരേജ് ഇല്ല, 4540 രൂപ അടയ്ക്കാം. പേര്, അഡ്രസ്, ഫോൺ നമ്പർ, വയസ്സ് ഓക്കെ അവിടെ കൊടുക്കാം. ടിക്കറ്റ് ആൻഡ് ക്യാഷിലാണ് അടയ്ക്കേണ്ടത്. ഒരു ദിവസം ആയതുകൊണ്ട് ടിക്കറ്റ് ആൻഡ് ക്യാഷ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അവിടെ ആളുണ്ടാവും. ഓക്കെ. ഡിപ്പോ അല്ലേ? ഡിപ്പോ. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ വന്നാൽ ബുക്ക് ചെയ്യാം. ഓക്കെ. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒന്ന് അവിടെ വരെ പോയിട്ട് അത് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ റെസീറ്റ് മേടിച്ചിട്ട് ഇവർക്ക് കൊണ്ടു കൊടുക്കാം.
നോക്ക് ഗൈസ് 2 ഫോണ് 4 സിം, 1 ചിഞ്ചു 1 മഞ്ജു. ഓ അങ്ങനെ ഞാനും വിചാരിച്ചു വേറെ. അതിനിത് എൻ്റെ ഫോണാണ്. എന്തൊക്കെയായാലും എന്താ കളി ഇത്ര വലിയ പ്രാക്കുണ്ട്. എന്തിലും ഒന്ന് കുത്തി. നമുക്ക് ഡിപ്പോ വരെ പോയിട്ട് ഓക്കെ. നമ്മളങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ വന്നിരിക്കുന്നത് നമ്മളെ കൽപ്പറ്റയിലുള്ള ഡിപ്പോ. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. നമ്മളെ ആദ്യത്തെ വീടും ഇവിടെ ആയിരുന്നു, ഇതിൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഇതാണ് ഡിപ്പോ. നമുക്ക് എന്താക്കാം, കയറി ബുക്ക് ചെയ്യാം. വണ്ടി ഇവിടെ തണലത്തിടാം അല്ലേ? കുറച്ചേരല്ലുള്ളൂ. നോ പരസ്യം എന്നാണ് അല്ലേ? പരസ്യം പതിക്കരുത് എന്നാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് വരാം. കമോൺ കണ്ണാപ്പി. ബുക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം സെറ്റാവും. നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ആള് സീലടിക്കാൻ വേണ്ടി പോയി. 2000 പെയിന്റ് അടിച്ചു, പെയിന്റ് അടിച്ചില്ല. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 9080 രൂപയായി. 10/5/2024 രണ്ടാക്കുള്ള എന്ത് ക്രൂസ് ഷിപ്പ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കൽപ്പറ്റ ഈ ഡിപ്പോന്ന് 2 പേരെ 10-ാം തീയതി രാവിലെ 5 മണിക്കെടുത്ത് വൈകിട്ട് ആകുമ്പത്തിനും കൊച്ചിയിലെത്തി 3 മണിക്ക് അവിടുന്ന് ക്രൂസ് ഷിപ്പിൽ കയറി 6 മണിക്കൂർ ക്രൂസ് ഷിപ്പിൽ വിത്ത് ഡിന്നർ, ഫുഡ്, പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിൽ ആ ഷിപ്പ് കൊച്ചി തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്താക്കും, അവിടുന്ന് നേരെ എങ്ങോട്ട് കയറ്റും? വയനാട്ടിലോട്ട് തിരിച്ചു കയറ്റും. ഇതാണ് പരിപാടി. വൺ ഡേ ട്രിപ്പ് എന്ന് പറയാം. പിറ്റേ ദിവസം രാവിലെ 11-ാം തീയതി രാവിലെ 6 മണിയാകുമ്പം എവിടെത്തും? ഡിപ്പോയിലെത്തും. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ്. ഓക്കെ, തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഐസി ഉമ്മ എന്താ പറഞ്ഞ മൂക്ക് കുത്താണ്. ഈ മൂക്കിന്റെ മൂക്ക് കുത്തണം നല്ല ശരിയുള്ളൂ. ഈ ചില പശുക്കളൊക്കെ കുത്തൂലേ, അതിന്റെ പിടിച്ചാൽ കിട്ടാത്തതിന് അത് നല്ലതാണ് കുത്തിയാൽ. ഇത് ഭാവിന്റെ ഉമ്മ വന്നിരിക്കുകയാണ്. എന്താണ് എന്താണ്? ആ അവന്റെ കല്യാണം കഴിഞ്ഞ്. അവന്റെ പെണ്ണുങ്ങളെ പേരെന്തേനോ? ആയിഷ. ഇങ്ങക്ക് പിന്നെ ഗിഫ്റ്റ് വേണം നിങ്ങനെ. ഞാൻ കണ്ണാപ്പി പോയി വാങ്ങി. കാറിലുണ്ട്, പിടിക്ക് വാ എന്റെ കൂടെ വാ. നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഇന്ന്? വെഡിങ് ആനിവേഴ്സറി. You will take the gift. ഓ അത് ചെയ്തു. എന്നിട്ട് എന്നോട് വലിയ ഡയലോഗ് കിട്ടണം. പോർന്നോട്ടെ വെച്ചിട്ടില്ലേ? എല്ലാരും തരണം. എവിടെ പൂച്ചയുടെ പറ്റിച്ച് പറ്റിച്ച് കസേര. അതിന്റെ കസേര ആ അമ്മച്ചിക്ക തെന്നി വീണാലോ. അവനോട് കളിച്ചോളാം. ഇരിക്കേ പച്ചി. ആദ്യം ക്യാമറ കാണിക്കാം. ക്യാമറയിൽ ഒരു അഡ്രസ് ഒക്കെ കാണും. രണ്ടു കോടിന്റെ ചെക്ക് എന്താ മനസ്സിലാക്കുമോ നോക്കട്ടെ. ഇത് 10-ാം തീയതി ടൂറ് സീറ്റ് നമ്പർ പിന്നെ കാണിക്കല്ലേ? അത് കാണിക്കല്ലേ? അതിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ വേണ്ടേ? തിരിച്ചു വന്നാല് ആളെ മാറ്റിയാ മതി, വേറെ ഒരു വിഷയമില്ല. ഇതെങ്ങനെയാ 10-ാം തീയതി രാവിലെ പോവും? അപ്പൊ ഇവിടെ നമ്മൾ രാവിലെ പോയി വൈകുന്നേരത്തോടെ എത്തൂലേ? 10-ാം തീയതി രാവിലെ പോയാൽ 11-ാം തീയതി രാവിലെ എത്തും. 24 hours. വന്നാൽ മതിയല്ലേ? നമ്മൾ വന്നാൽ മതിയല്ലോ. ഇവിടെ ആളായില്ലേ?
ആളെയും കൊണ്ടാൻ പറ്റില്ല. ഇങ്ങക്ക് 2000 മാത്രമേ. താങ്ക് യു 10,000 റുപ്യ ചെലവാണ്. 9 റുപ്യ. താങ്ക് യു എത്ര താങ്ക് യു പറഞ്ഞു. ഞാനാണ് അവിടെ പറഞ്ഞത് അറിയോ. അന്നേരം ബസ് സ്റ്റാൻഡ് ഉണ്ടായി. എന്നാണ് 10-ാം തീയതി? അല്ല ബസ് എന്നാ ഓരെ വിളിച്ചു പറഞ്ഞാളെ നമ്മളുണ്ട്, നമ്മള് ബുക്ക് ചെയ്തിരിക്കണ. ഓക്കെ. ഇനി അയാളെ നമ്പർ തരാം, അയാളെ വിളിച്ച്. അല്ല സീറ്റ് നമ്പർ വാങ്ങിയോ? അത് കിട്ടില്ല, അത് അയാളെ വിളിക്കണം. ഞാൻ പറഞ്ഞേ സെന്ററിലെ സീറ്റ് മതി ആദ്യം ഫുഡൊക്കെ കൊണ്ടോണോ? ഫുഡ് വേണം. ഫുഡിന്റെ പൈസ നിങ്ങൾ കൊടുക്കണം. കൊടുക്കണോ? രാവിലത്തെ ഉച്ചക്കത്തെയും. ഇവിടുന്ന് കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കൽപ്പറ്റ ഒന്നും കഴിക്കാൻ സമയമില്ല. 6 മണിക്ക് പോകൂലേ. അപ്പോൾ ആണെങ്കിൽ